ഫ്രണ്ട്സ്, ഇതൊരു സ്പെഷ്യൽ ഫുഡാണ്. ശങ്കറിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ കൊടുക്കുന്നത്. കുറച്ച് ചോറ്, തലേ ദിവസത്തെ ബാക്കി വന്ന ചോറുണ്ട്, അതും പിന്നെ എള്ളും പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ കുഴയ്ക്കും. എന്നിട്ട് ഇതിൽ 2 പഴം കൂടെ മിക്സ് ചെയ്യും. ഇതിൽ പഴം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അവന് കുറച്ചത് തിന്നാൻ കൊടുക്കും. ഇവരെ എന്നും തുടച്ചിട്ടാണ് കൂട്ടിലിടാറ്. അങ്ങോട്ട് വാ, എന്നാ എന്നടാ, ഇങ്ങോട്ട് വാ. അപ്പം ഇത് കുറച്ചങ്ങോട്ട് തിന്നതിന് ശേഷം ഇവിടെ വെള്ളമുണ്ട്, കഞ്ഞിവെള്ളമുണ്ട് വെച്ചിട്ട്. ഇത് നമ്മുടെ പഴയ ഗോതമ്പ് പൊടി ഉണ്ട്, നമ്മൾ വേസ്റ്റായി പോണ, അത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. ഇതൊന്ന് കാലിയാക്കി കുറച്ച് വെള്ളം കൂടെ തരട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വെള്ളം തന്നെയാണ് ഇങ്ങനെ കൊടുക്കാറ്. ഇതിങ്ങനെ കുടിച്ച് കണ്ടപ്പോൾ ഇതിന് കഞ്ഞിവെള്ളത്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ ഒരു വെള്ളം തന്നെയാണ്. ഇവരൊക്കെ കൈ കിട്ടിയ അന്ന് മുതൽ ഇവർക്ക് ഓരോ പേര് ഞാൻ ഇട്ടിട്ടുണ്ട്. വെറുതെ ശങ്കര എന്നൊന്ന് വിളിച്ചതാണ്, അപ്പോൾ അത് വിളി കേട്ടു. അപ്പോൾ അതിന് ശേഷം ശങ്കരൻ തന്നെയാണ് വിളിച്ചത്. പിന്നെ ഈ ശങ്കര ഇപ്പോൾ ഉയരം കൊണ്ട് എൻ്റെ അത്ര ആയിട്ടുണ്ട്. ഇവന് പിന്നെ ശങ്കരൻ്റെ അതേ നിറത്തോട് കൂടിയതായതുകൊണ്ട് തന്നെ കുട്ടി ശങ്കരനും പേരിട്ടു. ഇവൻ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു കുട്ടിയാണ്. ഈ ആടിന് ഗർഭമുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇവരെ പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് വിടാറ്. കുട്ടിശങ്കരനൊക്കെ കൂട് തുറന്നു കഴിഞ്ഞാൽ വേഗം കിണറിൻ്റെ മതിലുമയ്ക്കാണ് അവൻ ഓടിക്കയറുക. അത് കാരണം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവരെ വിടാറ്. തിന്നാനൊക്കെ പുല്ലൊക്കെ കൂട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. എൻ്റെ കുട്ടിശങ്കരോ, ഓ കുട്ടിശങ്കരനവിടെ. ഇവരിവരെ അമ്മയെ പോലെ തന്നെ സുന്ദരിയാണ്. കുട്ടിശങ്കരനേക്കാൾ നല്ല ആരോഗ്യവും വളർച്ചയൊക്കെ ഇവർക്കുണ്ട്. 3 മാസമായി. പുല്ലും വെള്ളമൊക്കെ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ വിട്ട് കഴിഞ്ഞാൽ ഇവർ നേരെ ഉമ്മർത്ത് അമ്മ വെച്ച് പിടിപ്പിച്ച ഒരു പിച്ചകമരമുണ്ട്. ആ പിച്ചകമരത്തിൻ്റെ ചോട്ടിക്കാണ് ഇവർ ആദ്യം എത്തുക. ഇപ്പോൾ പച്ചിലൊക്കെ തിന്നാൻ തുടങ്ങിയതിന് ശേഷം അവർ നേരെ ആദ്യമ വന്ന് കളിക്കും. പിന്നെ ആ പിച്ചകമരത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയതിന് ശേഷം അവരാദ്യമൊന്ന് വിട്ട് പോകും.